ഭരണക്കൈമാറ്റം ഉണ്ടാകുന്നതുവരെ വെനിസുല US ഭരിക്കുമെന്നറിയിച്ച ഡൊണാൾഡ് ട്രംപ്. സാധാരണ ആക്രമണമാണ് വെനിസുലയിൽ നടത്തിയത്. മഡൂറോയെയും ഭാര്യയെയും ന്യൂയോർക്കിലെത്തിച്ചു. ഇവരെ അമേരിക്കൻ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവരും. ലഹരിക്കടത്തിലാണ് വിചാരണ നേരിടേണ്ടി വരികയെന്നും US പ്രസിഡന്റ് പറഞ്ഞു. മഡൂറോയെയും ഭാര്യയും US സൈന്യം പിടികൂടിയത് ടെലിവിഷൻ ഷോ കാണുന്നത് പോലെയാണ് രാത്രിയിൽ താൻ കണ്ടതെന്ന് ട്രംപ് പറഞ്ഞു. വെനിസുലയിലെ സൈനിക നടപടിക്കായി കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് 4 ദിവസം കാത്തിരുന്നു. മഡൂറോയെയും പിടികൂടിയ US സൈന്യത്തിലെ ചിലർക്ക് പരിക്കുകൾ സംഭവിച്ചെന്നും ആർക്കും അപായമുണ്ടായിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത മഡൂറോയുടെ ചിത്രം ട്രംപ് പുറത്തുവിട്ടു. കണ്ണുകൾ കെട്ടിയ നിലയിലാണ് മഡൂറോ. ഓപ്പറേഷനിൽ പങ്കെടുത്ത സൈനികരെ ട്രംപ് അഭിനന്ദിച്ചിരുന്നു. ആവശ്യമെങ്കിൽ വെനിസുലയെ ഇനിയും ആക്രമിക്കുമെന്നും ട്രംപ് പറഞ്ഞു. വെനിസുലയിലെ US സൈനിക നടപടിയെ ഇസ്രയേൽ സ്വാഗതം ചെയ്തു. US സൈന്യത്തിന്റെ പിടിയിലായ വെനിസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യ സിലിയ ഫ്ലോറസിനെ ന്യൂയോർക്കിൽ എത്തിച്ചിരുന്നു. US സമയം ശനിയാഴ്ച ഉച്ചയോടെയാണ് ഇരുവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ന്യൂയോർക്കിലെ ന്യൂബർഗിലുള്ള സ്റ്റ്യൂവർട്ട് എയർഫോഴ്സ് ബേസിൽ ലാൻഡ് ചെയ്തത്. മഡൂറോയും ഭാര്യയും US വിചാരണ നേരിടേണ്ടി വരുമെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. വെനിസുലയിൽ നിന്ന് പിടികൂടിയ മഡൂറോയും ഭാര്യയെയും അമേരിക്കൻ യുദ്ധക്കപ്പലായ USS ഇവോ ജിമയിൽ ഗോണ്ടനാമോ ബേയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. കപ്പലിൽ നിന്നുള്ള മഡൂറോയുടെ ചിത്രം ട്രംപ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഗോണ്ടനാമോയിൽ എത്തിച്ച ശേഷം മഡൂറോയും ഭാര്യയെയും USന്റെ സൈനിക വിമാനത്തിൽ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരികയായിരുന്നു. സ്റ്റ്യൂവർട്ട് എയർഫോഴ്സ് ബേസിൽ നിന്ന് ഇരുവരെയും ഹെലികോപ്റ്റർ മാർഗം മാൻഹട്ടനിലേക്ക് കൊണ്ടുപോകുമെന്ന ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാൻഹട്ടനിലെ US ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ ന്യൂയോർക്ക് സിറ്റിയിലെ ആസ്ഥാനത്തേക്കാണ് മഡൂറോയെയും ഭാര്യയും കൊണ്ടുപോയത്. തുടർന്ന് ഇരുവരെയും ഹെലികോപ്റ്ററിൽ ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ എത്തിച്ചു. അവിടെയാണ് വെനിസുലൻ പ്രസിഡന്റിനെയും ഭാര്യയും തടവിൽ പാർപ്പിക്കുക എന്നാണ് റിപ്പോർട്ട്. വെനിസുലൻ തലസ്ഥാനമായ കാരക്കാസിൽ US വൻതോതിലുള്ള ആക്രമണം നടത്തിയതിനു ശേഷമാണ് നിക്കോളാസ് മഡൂറോയെ US സൈന്യം പിടികൂടിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത്. 2020 ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ കാലഘട്ടത്തിൽ നാർക്കോ ഭീകരവാദം, കൊക്കൈൻ ഇറക്കുമതിക്കുള്ള ഗൂഢാലോചന, അതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ എന്നിവയുമായി പേരിൽ ന്യൂയോർക്ക് സൗത്ത് ഡിസ്ട്രിക്റ്റിൽ നിക്കോളാസ് മഡൂറോയെ പ്രതി ചേർത്തിരുന്നു. രഹസ്യ ഓപ്പറേഷനിലൂടെ US കമാൻഡോ വിഭാഗമായി ഡെൽറ്റ ഫോഴ്സ് പിടികൂടുന്നതിന് മണിക്കൂറുകൾ മുൻപ് ചൈനയുടെ പ്രത്യേക പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മഡൂറ. വെനിസുലയിലെത്തിയ ചൈനയുടെ പ്രത്യേക പ്രതിനിധി കി ഷിയാവോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയ മഡൂറോ അതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പ്രത്യേക പ്രതിനിധി കി ഷിയാവോഷിയുമായി സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ച നടത്തി. വികസനത്തിന്റെയും സമാധാനത്തിന്റെയും ബഹുധ്രുവ ലോകം കെട്ടിപ്പടുക്കുന്നതിനായി വിവിധ മേഖലകളിൽ മുന്നേറുകയും ശക്തിപ്പെടുകയും ചെയ്യുന്ന തന്ത്രപരമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഞങ്ങൾ ആവർത്തിച്ചുറപ്പിച്ചു. ചൈനയും വെനിസുല ഒറ്റക്കെട്ടാണ്, മഡൂറോ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ചിത്രങ്ങൾ പങ്കുവച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് നിക്കോളാസ് മഡൂറോയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും US പിടികൂടിയെന്ന വിവരം പുറത്തുവന്നത്. അതേസമയം ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് വെനിസുല ആക്രമിച്ച് കീഴടക്കിയ അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് ചൈനയും രംഗത്തെത്തിയിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അമേരിക്ക നടത്തിയതെന്നും ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരായ നഗ്നമായ ബലപ്രയോഗമാണിതെന്നും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വിമർശിച്ചു. അമേരിക്കയുടെ നടപടിയെ ശക്തമായി അപലപിച്ച ചൈന അമേരിക്കയുടെ അധിനിവേശം ലാറ്റിൻ അമേരിക്കയിലെയും കരീബിയൻ പ്രദേശങ്ങളിലെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും വിമർശിച്ചു. അതേസമയം റഷ്യയും റഷ്യയും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഉയർത്തുന്ന ശക്തമായ എതിർപ്പിനെ തെല്ലും വകവയ്ക്കാതെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ ഇനി വെനിസുലയെ അമേരിക്ക ഭരിക്കുമെന്ന് വ്യക്തമാക്കിയ ട്രംപ് ആവശ്യമെങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്നും പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.